പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം അത് നിങ്ങൾ ഇന്ന് രാത്രി മുതൽ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, മിക്ക ആളുകളും രാത്രി ഭക്ഷണം കഴിച്ച് നേരെ ഒരു കാര്യവും ചെയ്യാതെ വേഗം ഉറങ്ങുന്ന ശീലമുള്ള ആളുകളുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത്, ഉറങ്ങാൻ പോകുമ്പോഴുള്ള മര്യാദകളെ കുറിച്ച്, അദബുകളെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ ഉറങ്ങാൻ പോകുന്നതിലുള്ള മര്യാദകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ് എന്ത്? മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു അടിപൊളി വൃത്തിയായ വുളു നമ്മൾ എടുക്കുക. വുളു എടുത്തതിന് ശേഷം നേരെ നമ്മൾ പുതക്കുന്ന പുതപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് കുടയുക. അതിലെന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ പ്രയാസമാകും. അതുകൊണ്ട് നമ്മുടെ വിരിപ്പ്, നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കുടയുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി സൂറത്തുകളുണ്ടല്ലോ, ഏത് ഖുൽ അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഖുൽ റബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഖുൽ റബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും ഓതിയിട്ട് തന്റെ ഇരു കരങ്ങള് കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരമാസകലം തടവുക. അതിന്റെ കൂടെ ആയത്തുൽ കുർസി ഓതാം, അതുപോലെ ആമന റസൂലൊക്കെ ഓതാം. നിങ്ങളൊക്കെ ചൊല്ലുന്ന ആളുകളാണ്, പക്ഷെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ, കിടന്ന് ഉറങ്ങാൻ പോകുന്ന ആ സന്ദർഭത്തിൽ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്ത് എന്ന ദിക്ർ നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ആ ഉറക്കിന് വലിയ ഉണർവ്, നല്ല ഐശ്വര്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. വലിയ കാവലാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലൂന്നിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.